ഹായ് സുഹൃത്തുക്കളെ, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ കൊച്ചു മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്. കുറച്ച് നാളുകൊണ്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു, പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് നടന്നില്ല. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മൾ ആ വീഡിയോ ഒന്ന് ചെയ്യുകയാണ്. ഇപ്പം നമ്മളെ സ്കൂളുകളിലൊക്കെ കുട്ടികളെ കൊണ്ട് ഇതുപോലെ ആർട്ട് വർക്കുകളൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട്. വലിയ ഗംഭീരമായിട്ട് അല്ലെങ്കിലും ഞാൻ ചെറിയ ഉടായ്പ വർക്കുകളൊക്കെ ഇതുപോലെ ചെയ്യും. അപ്പോൾ എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ ഇടയ്ക്ക് വിളിച്ചിട്ട് അവരെ മക്കൾക്ക് സ്കൂളിൽ എന്തെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വന്ന് പറയുമ്പം അവന്മാർ എന്നെ വിളിക്കാറുണ്ട്. അതുകൊണ്ടാണ് നമ്മളൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഉപയോഗപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾ ഫുള്ള് കാണണം. ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് മെയിനായിട്ട് വേണ്ടത് പേസ്റ്റ് ബോർഡാണ്. എനിക്ക് ടൈൽസിൻ്റെ വർക്കാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ടൈൽസ് പാക്ക് ചെയ്ത് വരുന്ന നല്ല ക്വാളിറ്റിയുള്ള പേസ്റ്റ് ബോർഡുകൾ നമുക്ക് കിട്ടാറുണ്ട്. സാധാരണ എല്ലായിടത്തും ഉടയന്മാരിതൊക്കെ വാരിയിട്ട് കത്തിക്കാറാണ് പതിവ്. പണ്ട് നമ്മൾ ഇതൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും അന്നൊന്നും പ്രോത്സാഹിപ്പിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് എല്ലാം മുരടിച്ചു പോയി. എന്നാലും ചങ്കിൻ്റെ ഏതോ ഒരു അറ്റത്ത് ശകലം വാസന കിടപ്പുണ്ടെന്നുള്ളൊരു വിശ്വാസത്തിലാണ് വീണ്ടും ഇതൊക്കെ തുടങ്ങാൻ പോണത്. എന്തരാകുമോ എന്തോ, എന്തായാലും നമുക്ക് നോക്കാം. നമ്മൾ പഠിച്ചിരുന്ന സമയത്ത് തയ്യൽ ക്ലാസ്സും ഡ്രോയിങ്ങും ഒക്കെ ആയിരുന്നു. ഇപ്പോൾ ഡ്രോയിങ് ഉണ്ട്. നമ്മളെ മക്കൾക്ക് തയ്യൽ ക്ലാസ് എന്താണെന്ന് ചോദിച്ചാൽ അവന്മാർക്ക് അറിഞ്ഞു പോലും കൂടാ. അന്നൊക്കെ നല്ല പോളപ്പം ക്രിക്കറ്റ് കളി ഉണ്ടായിരുന്നു ഗ്രൗണ്ടിൽ. ഇപ്പോൾ അതൊന്നും കാണാൻ പോലും ഇല്ല. അപ്പോൾ ഇനി നമ്മളെ കാര്യത്തിലോട്ട് വരാം. അപ്പോൾ നമ്മളെ പേപ്പറുകളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് ഇവിടെ സെറ്റ് ചെയ്ത് ഓരോ ഐറ്റംസുകൾ ഇങ്ങനെ മടക്കി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് വലിയ ചിലവൊന്നുമില്ല. കുറച്ച് ഫെവിക്കോളും വേണം, ഒരു 15 രൂപയ്ക്കുള്ള പേപ്പറും വേണം, പിന്നെ പെയിന്റ്. വീട്ടിൽ അടിക്കാൻ മേടിച്ചതിൻ്റെ ബാലൻസ് പെയിന്റ് തട്ടിൻ്റെ മുകളിലാണോ ഷെയ്ഡിൻ്റെ മുകളിലാണോ കയറി നോക്കി അവിടെ എവിടെയെങ്കിലും കാണും. പിന്നെ ഇപ്പോൾ പണി മൊത്തമായിട്ട് കോൺട്രാക്ട് കൊടുക്കണോണ്ട് അതും കാണാൻ ചാൻസ് ഇല്ല. ചിലപ്പോൾ അത് മേടിക്കേണ്ടി വരും. എനിക്കിവിടെ 4 വർഷം മുമ്പ് മേടിച്ച പെയിൻ്റൊക്കെ ഇവിടെ തട്ടിൻ്റെ മുകളിൽ കിടന്ന് അത് ചകഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് കിട്ടിയോണ്ടാണ് പിന്നെ ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ നമ്മൾ ചെയ്യണമെങ്കിൽ ഇത്തിരി മനസ്സമാധാനവും വേണം, ക്ഷമയും വേണം, എങ്കിലേ പറ്റുള്ളൂ. ഇത് രണ്ടും എനിക്കില്ലാത്തതുകൊണ്ട് 4ാമത്തെ ദിവസമാണ്. ആത്മാർത്ഥമായിട്ട് ഇരുന്നാൽ 1 മണിക്കൂറിനകത്ത് നമുക്ക് ചെയ്ത് ഫിനിഷ് ചെയ്യാൻ പറ്റും. വരും ദിവസങ്ങളിലും കുറച്ചുകൂടെ സിമ്പിളായിട്ടുള്ള നമുക്ക് കൊച്ചു മക്കൾക്കൂടെ ചെയ്യാൻ പറ്റിയിട്ടുള്ള വീഡിയോകൾ നമ്മൾ ചെയ്യും. നമ്മളെ കുട്ടിക്കാലത്തൊന്നും നമ്മളെ ഇതുപോലെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടണും അമർത്തണം. നല്ല നല്ല കമൻസുകളും പ്രതീക്ഷിക്കുന്നു. ഇത് മാത്രമല്ല, ഓലക്കാല് കൊണ്ടും കുറേ വർക്കുകളുണ്ട്. അതൊക്കെ നമ്മൾ വരും വീഡിയോകളിൽ ചെയ്യുന്നതാണ്. കുറച്ചൊക്കെ നമ്മൾ മുമ്പ് ഈ ചാനലിൽ ഇട്ടിട്ടുമുണ്ട്. ആ വീഡിയോസുകളൊക്കെ നിങ്ങൾ പോയി കാണണം. ഞാൻ വീഡിയോ ചെയ്യുന്നത് നമ്മളൊരു പഴയ സാംസങ്ങിൻ്റെ ഫോണിലാണ്. അതുകൊണ്ടാണ് നമ്മളെ വീഡിയോയ്ക്ക് കുറച്ച് ക്ലാരിറ്റി കുറവ്. വരും ദിവസങ്ങളിൽ നമ്മളത് റെഡിയാക്കുന്നതാണ്. സുഹൃത്തുക്കളെ എന്നെ ഒരുപാട് കാണുമ്പോൾ പറയാറുണ്ട് വീഡിയോയ്ക്ക് കുറച്ച് ക്ലാരിറ്റി കുറവാണെന്ന്. എന്ത് തന്നെ ആയാലും ഫേസ്ബുക്ക്, യൂട്യൂബ് പോലുള്ള സോഷ്യൽ മീഡിയാസ് ഉള്ളത് കൊണ്ട് പ്രായപരിധിയില്ലാത്ത ഒരുപാട് കലാകാരന്മാരെ നമുക്കിതിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് പേര് ഇതിനൊന്നും മുന്നോട്ട് വരത്തില്ല. ഞാൻ ചെയ്യുന്ന ടൈൽസ് വർക്ക് തന്നെ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്, പക്ഷെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇത് കണ്ടതിന് ശേഷമുള്ള ഒരുപാട് വർക്കുകളും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളെ ഈ പേപ്പർ വർക്ക് ഇവിടെ ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ആണിയിൽ തൂക്കിയിടാനായിട്ടൊരു ക്ലിപ്പ് പോലെ ഒരു സംഭവം ഫിറ്റ് ചെയ്യണം. അത് നമ്മൾ നൂലെടുത്ത് 2ആയിട്ട് മടക്കി ഫെവിക്കോളും വെച്ച് ഒരു പേപ്പർ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല വൃത്തിയായിട്ട് അതിൽ തൂക്കിയിടാം. എന്തായാലും ഇത് ചെയ്ത് തീർത്ത് ചെവറിൽ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് അതിലോട്ട് നോക്കിയപ്പോഴത്തേക്ക് മനസ്സിന് വല്ലാത്തൊരു സന്തോഷം. അപ്പം നമ്മൾ തീർച്ചയായിട്ടും അടുത്ത വീഡിയോ ആയിട്ട് വരും. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും ടാറ്റാ.